नमस्ते बच्चों, सभी को मेरे हिंदी क्लास में स्वागत है। आज हम कक्षा 8 के इकाई 2 के दूसरा अध्याय पिता का प्रायश्चित के बारे में पढ़ेंगे। എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും പ്രസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പിതാ കാ പ്രായശ്ചിത്. പ്രായശ്ചിത് എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം. പിത അച്ഛൻ, അപ്പം അച്ഛൻ്റെ പ്രായശ്ചിത്തം ആണ് ഇതിൽ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ഇത് എഴുതിയത് ആരാണ്? ഡോക്ടർ അരുൺ ഗാന്ധി. നമുക്ക് ഡോക്ടർ അരുൺ ഗാന്ധിയെ കുറിച്ചൊന്ന് അറിയാം. डॉक्टर अरुण गांधी मनीलाल गांधी के बेटे और महात्मा गांधी के पोते हैं. अरुण गांधी ने 30 साल तक टाइम्स ऑफ इंडिया में काम किया. आपकी अनेक किताबें प्रकाशित हैं. आप M.K. गांधी इंस्टीट्यूट के स्थापक हैं. यह संस्था अहिंसा पर शोध करती है. डॉक्टर अरुण गांधी मनीलाल गांधी के बेटे और महात्मा गांधी के पोते हैं. ഡോക്ടർ അരുൺ ഗാന്ധി മണിലാൽ ഗാന്ധിയുടെ മകനും മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനുമാണ്. പോത്തെ എന്ന് പറഞ്ഞാൽ കൊച്ചുമകൻ. അരുൺ ഗാന്ധിനെ 30 साल तक ടൈംസ് ഓഫ് ഇന്ത്യ മേ കാം കിയ. 30 വർഷത്തോളം ആൾ ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ആപ്കി അനേക് കിതാബേं പ്രകാശിत है. അനേകം കുറേ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രകാശിത് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആപ് M.K. ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് കെ സംസ്ഥാപക് ഹെ. ആള് M.K. ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനാണ്. സംസ്ഥാപക് എന്ന് പറഞ്ഞാൽ സ്ഥാപകൻ. യഹ് സംസ്ഥ അഹിംസ പർ ശോധ് കർത്തി ഹെ. ഈ സംഘടന, സംസ്ഥ എന്ന് പറഞ്ഞാൽ സംഘടന, ഈ സംഘടന അഹിംസയുടെ മുകളിലാണ് ഗവേഷണം ചെയ്യുന്നത്. ശോധ് എന്ന് പറഞ്ഞാൽ ഗവേഷണം. ഇനി നമുക്ക് ചാപ്റ്റർ തുടങ്ങാം. ഉസ് സമയ मैं 16 बरस का था और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन के करीब 18 मील दूर एक आश्रम में रहता था. आश्रम को मेरे दादाजी महात्मा गांधी ने स्थापित किया था. आश्रम दूर दराज के इलाके में था. वहाँ दूर दूर तक बस गन्ने के खेत थे. शहर में बहुत दूर रहने के कारण वहाँ हमारे कोई पड़ोसी नहीं थे. इसलिए मैं और मेरी 2 बहनें हमेशा शहर जाने के इंतज़ार में रहते थे. हम शहर जाने के हर मौके की तलाश में रहते, जिससे हम अपने मित्रों से मिल सकें और साथ ही वहाँ के सिनेमा घर में फिल्में देख सकें. उस समय मैं 16 बरस का था. ആ സമയത്ത് ഞാൻ 16, എനിക്ക് എത്ര വയസ്സായിരുന്നു? 16 വയസ്സായിരുന്നു. 16 എന്ന് പറഞ്ഞാൽ 16, വയസ്സ്, ബരസ് എന്ന് പറഞ്ഞാൽ വയസ്സ്. और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन के करीब 18 मील दूर एक आश्रम में रहता था. എൻ്റെ മാതാപിതാക്കളുടെ കൂടെയാണ്, അച്ഛനും അമ്മയുടെയും കൂടെ. എവിടെയാണ്? ദക്ഷിൺ ആഫ്രിക്ക. ദക്ഷിൺ എന്ന് പറഞ്ഞാൽ തെക്ക്, സൗത്ത് ആഫ്രിക്കയിൽ ഡർബനിൽ നിന്നൊരു 18 മൈൽസ് ദൂരം ഒരു ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ 16 വയസ്സായിരുന്നു. അച്ഛനും അമ്മയോടൊപ്പം സൗത്ത് ആഫ്രിക്കയിൽ ഒരു ഡർബൻ എന്ന സ്ഥലത്ത്, അവിടെ നിന്നും 18 മൈൽസ് ദൂരം ഒരു ആശ്രമത്തിലാണ് ഇവർ താമസിച്ചിരുന്നത്. ആശ്രം को मेरे दादाजी महात्मा गांधी ने स्थापित किया था. ആശ്രമം ആരാണത് സ്ഥാപിച്ചിരുന്നത്? മഹാത്മാഗാന്ധി. ഈ ആളുടെ ആരാണ്? നമ്മുടെ എഴുതിയ ലേഖക്, നമ്മുടെ റൈറ്ററിൻ്റെ ആരാണ് മഹാത്മാഗാന്ധി? മുത്തശ്ശനാണ്. അപ്പോൾ മുത്തശ്ശൻ്റെ ഒരു ആശ്രമമായിരുന്നു. മുത്തശ്ശൻ സ്ഥാപിച്ച ആശ്രമത്തിലാണ് ഇവർ താമസിച്ചിരുന്നത്. ആശ്രം ദൂർ ദരാസ് കെ ഇലാക്കെ മേ ഥ. ആശ്രം എവിടെയായിരുന്നു? വിദൂരമായ സ്ഥലത്തായിരുന്നു. അത് അവിടെ അടുത്തൊരു നഗരത്തിലൊന്നല്ല, വളരെ വിദൂരമായ ഒരു സ്ഥലത്തായിരുന്നു. ദൂർ ദരാസ് എന്ന് പറഞ്ഞാൽ വിദൂരം, ഇലാഖ എന്ന് പറഞ്ഞാൽ പ്രദേശം.
ഭയങ്കര വിദൂരമായ പ്രദേശത്തായിരുന്നു ഇവരുടെ ഈ ആശ്രമം. വഹാ ദൂർ ദൂർ തക് ബസ് ഗന്നെ കെ ഖേത്തെ, അവിടെ നമ്മൾക്ക് എന്നാൽ അവിടെ ഫുള്ളും ചുറ്റുപാട് മുഴുവനും എന്താ കരിമ്പിൻ്റെ ഒരു വയലുകൾ മാത്രമേ അവിടെ കാണാൻ പറ്റുമായിരുന്നുള്ളൂ, വേറെ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല, ദൂരെ ദൂരെ വരെ. शहर से बहुत दूर रहने के कारण वहाँ हमारे कोई पड़ोसी नहीं थे. നഗരത്തിൽ നിന്നും കുറേ അകലെ ഉള്ളിലേക്കാണ് ഇവർ താമസിച്ചിരുന്നത്. ഷെഹർ എന്ന് പറഞ്ഞാൽ നഗരം. നഗരത്തിൽ നിന്നും കുറേ ഉള്ളിൽ താമസിക്കുന്നത് കാരണം ഇവർക്ക് ഒരു അയൽവക്കക്കാർ പോലും ഉണ്ടായിരുന്നില്ല, അയൽക്കാർ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പടോസി എന്ന് പറഞ്ഞാൽ അയൽക്കാർ. इसलिए मैं और मेरी दो बहनें हमेशा शहर जाने के इंतज़ार में रहते. അത് കാരണം എന്താണ്, ആളും ആളുടെ 2 സഹോദരികളും, ദോ ബഹൻ എന്ന് പറഞ്ഞാൽ 2 സഹോദരികൾ, അവരെപ്പോഴും നഗരത്തിലേക്ക് പോകാൻ, ഇന്തസാർ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കും, എപ്പോഴും അവർ ഈ നഗരത്തിലേക്ക് പോകാൻ കാത്തിരിക്കുകയായിരുന്നു. ഹം ഷെഹർ ജാനെ കെ ഹർ മോക്കെ കി തലാഷ് മേ രഹത്തെ. നഗരത്തിൽ പോകാൻ എന്താണ് അവർ ചെയ്യുക, അവസരം, മോക്ക എന്ന് പറഞ്ഞാൽ അവസരവും കാത്തിരിക്കുകയാണ്, തിരഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ അവസരം കാത്തിരിക്കുകയാണ് അവരുടെ പണി. അപ്പോൾ മോക്ക എന്ന് പറഞ്ഞാൽ അവസരം, തലാഷ് എന്ന് പറഞ്ഞാൽ തിരയുക അല്ലെങ്കിൽ കാത്തിരിക്കുക. जिससे हम अपने मित्रों से मिल सकें और साथ ही वहाँ के सिनेमाघर में फिल्म देख सकें. എന്തിനാണ് അവർ കാത്തിരിക്കുന്നത്, നഗരത്തിലേക്ക് പോകാൻ, അവർക്ക് അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ. മിത്ര എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, കൂട്ടുകാരെ കാണാനും കൂടെ തന്നെ സിനിമാഘർ എന്ന് പറഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ പോയി പിക്ചറും കാണാൻ. ഇതിനു വേണ്ടിയിട്ടാണ് അവർ ഈ നഗരത്തിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഈ പാരഗ്രാഫിലെ കുറച്ച് പുതിയ പദങ്ങളും അതിൻ്റെ അർത്ഥവും നോക്കാം. 16 16, ബരസ് വയസ്സ്, കരീബ് സമീപത്ത്, ദാദാജി മുത്തശ്ശൻ, സ്ഥാപിത് സ്ഥാപിച്ചു, ദൂർദരാസ് വിദൂരം, ഇലാക്കെ പ്രദേശങ്ങൾ, ഷെഹർ നഗരം, കാരൻ കാരണം, പടോസി അയൽക്കാർ, ബഹിൻ സഹോദരി, ഇന്തസാർ കാത്തിരിക്കുക, മോക്കെ അവസരം, തലാഷ് തിരയുക, മിത്ര സുഹൃത്ത്, സിനിമാഘർ സിനിമ തിയേറ്റർ. പിന്നെ ഗന്ന എന്ന് പറഞ്ഞാൽ കരിമ്പ്. एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाऊं. उनकी वहाँ पूरे दिन की एक मीटिंग थी. मुझे ऐसे ही मौके की तलाश थी क्योंकि मैं शहर जा रहा था. माँ ने मुझसे सामान लाने के लिए लंबी लिस्ट थमा दी. एक दिन पिताजी ने मुझसे कहा कि मैं उनके कार से शहर ले जाऊं. എന്താണ് ഒരു ദിവസം അച്ഛൻ മകനോട് പറഞ്ഞത്, കാറിൽ നഗരത്തിലേക്ക് കൊണ്ടുപോകാൻ അച്ഛൻ മകനോട് പറയുന്നു. ഉൻകി വഹാ പൂരെ ദിൻ കി ഏക് മീറ്റിംഗ് ഥി. എന്തായിരുന്നു അച്ഛൻ അവിടെ, ഒരു ഫുൾ ഡേ അവിടെ ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് കാർ എടുത്തിട്ട് മകനോട് അവിടെ കൊണ്ടുവിടാൻ പറയുന്നത്. മുझे ऐसे ही मौके की तलाश थी. അപ്പോൾ മകൻ എന്താ പറയുന്നത്, എനിക്ക് അങ്ങനത്തെ ഒരു ചാൻസ് തന്നെ ഞാൻ നോക്കിക്കൊണ്ട് ഇരുന്നിരുന്നത്. ക്യോങ്കി മേ ഷെഹർ ജാ റഹാ ഥാ. ആ കുട്ടി ഷെഹർ നഗരത്തിലേക്ക് പോകുകയായിരുന്നു, അത് കാരണം മാനെ മുझसे സാമാൻ ലാനേക്ക് ലംബി ലിസ്റ്റ് തമാതി. അമ്മ എന്താ ചെയ്ത്, എന്തായാലും നഗരത്തിലേക്ക് പോകുകയല്ലേ, അമ്മ കുറേ സാധനങ്ങൾ, സാമാൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളൊരു വലിയ ലിസ്റ്റ് ആ കുട്ടിയെ പിടിപ്പിച്ചു, മകനെ പിടിപ്പിച്ചു. शहर में मुझे पूरा दिन बिताना था, इसलिए पिताजी ने मुझसे वहाँ कई बकाया कामों को पूरा करने को कहा. इसमें कार की सर्विसिंग भी शामिल थी. शहर में मुझे पूरा दिन बिताना था. എനിക്ക് നഗരത്തിൽ ഫുൾ ഡേ അവിടെ ചെലവഴിക്കണമായിരുന്നു. ബിത്താന എന്ന് പറഞ്ഞാൽ ചെലവഴിക്കുക. इसलिए पिताजी ने मुझसे वहाँ कई बकाया കാമോ കോ പൂരാ കർണേ കോ കഹ. അപ്പോൾ അത് കാരണം എന്താണ്, അച്ഛൻ മകനോട് അവിടെ വേറെ ബാക്കിയുള്ള കുറേ പണികളും ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ബക്കായ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള, കാം എന്ന് പറഞ്ഞാൽ പണികൾ.
इसमें കാർ की സർവീസിംഗ് भी शामिल थी. ഇതിലെന്തായിരുന്നു? കാർ സർവീസിങ്ങും ഉൾപ്പെട്ടിരുന്നു. ഷാമിൽ എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുക. അപ്പോൾ ആ കാർ സർവീസിങ്ങും കൂടി ആ പണികളിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛൻ. ഇതിലെ പുതിയ പദങ്ങൾ എന്താണ്? ഥമ എന്ന് പറഞ്ഞാൽ പിടിപ്പിക്കുക, ബിതാന ചെലവഴിക്കാൻ, ബക്കായ ബാക്കിയുള്ള, ഷാമിൽ ഉൾപ്പെടുക അല്ലെങ്കിൽ ഉൾപ്പെടുന്നു. मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. बताए गए कामों को फटाफट निपटाने के बाद मैं झट से सिनेमा घर में घुस गया. वहाँ जान बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा और जब ध्यान आया तब तक शाम के 5:30 बज चुके थे. मैं झटपट गैरेज पहुंचा. वहाँ से कार लेकर जब मैं पिताजी के पास पहुंचा तब तक शाम के 6 बज चुके थे. पिताजी बेसब्री से मेरा इंतज़ार कर रहे थे. मैंने पिताजी को मीटिंग की जगह पर छोड़ा. ഞാൻ അച്ഛനെ ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് വിട്ടു. छोड़ा എന്ന് പറഞ്ഞാൽ വിട്ടു. तो उन्होंने मुझे 5 बजे वहीं आने को कहा. അപ്പം അച്ഛൻ എന്താ പറഞ്ഞ? 5 മണിക്ക് അവിടെ തന്നെ വരാൻ മകനോട് പറഞ്ഞു. 5 बजे എന്ന് പറഞ്ഞാൽ 5 മണി. बताए गए कामों को फटाफट निपटाने के बाद പറഞ്ഞിരുന്ന പണികളൊക്കെ പെട്ടെന്ന്, ഫട്ടാഫട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്തു തീർത്തതിന് ശേഷം, നിപ്ടാന എന്ന് പറഞ്ഞാൽ ചെയ്തു തീർക്കുക. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തതിന് ശേഷം മേ ഝട്ട് സെ സിനിമാ ഘർ മേ ഘുസ് ഗയ. ഝട്ട് എന്ന് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ, ഞാൻ പെട്ടെന്ന് സിനിമാ തിയേറ്ററിലേക്ക് കയറി. ഘുസ് ഗയ എന്ന് പറഞ്ഞാൽ കയറി. വഹാ ജാൻ ബെൻ की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा. അവിടെ എന്തായിരുന്നു? ജാൻ ബെൻ്റെ ഒരു ദിൽചസ്പ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര താല്പര്യപൂർണമായിട്ടുള്ളൊരു പിക്ചറായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആ ഫിലിം കണ്ടപ്പോൾ മുझे समय का बिल्कुल ध्यान नहीं रहा. സമയത്തിൻ്റെ എനിക്ക് ഒട്ടും ആ സമയം കടന്നുപോയി എന്ന കാര്യം എനിക്ക് ഒട്ടും അങ്ങോട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. അപ്പോൾ തീരെ ശ്രദ്ധിച്ചില്ല. और जब ध्यान आया तब तक शाम के 5:30 बज चुके थे. അത് പെട്ടെന്ന് ഓർത്തപ്പോൾ, പെട്ടെന്ന് അത് ശ്രദ്ധയിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു സമയം? വൈകിട്ട് 5:30 ആയിരുന്നു. ഈവനിങ് 5:30 ആയിരുന്നു. 5:30 എന്ന് പറഞ്ഞാൽ 5:30. അച്ഛൻ എപ്പോഴാണ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? 5 മണി. അപ്പോൾ ഓൾറെഡി സമയം കഴിഞ്ഞിരുന്നു. പറഞ്ഞ സമയം എന്തായാലും ആ സമയം കഴിഞ്ഞിരുന്നു. मैं झटपट गैरेज पहुंचा. അപ്പോൾ എന്താ ചെയ്ത്? പെട്ടെന്ന് ഞാൻ ഗ്യാരേജിലേക്ക് എത്തി. वहाँ से कार लेकर जब मैं पिताजी के पास पहुंचा, അവിടെ നിന്ന് കാർ എടുത്തിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ तब तक शाम के 6 बज चुके थे. അപ്പോഴേക്കും എന്തായിരുന്നു? വൈകിട്ട് 6 മണി ആയി കഴിഞ്ഞിരുന്നു. 6 എന്ന് പറഞ്ഞാൽ 6, അപ്പോൾ 6 o'clock ആയിരുന്നു. അപ്പോൾ പിതാജി ബേസബ്രി സെ മേര ഇന്തസാർ കർ രഹേ थे. പിതാജി എന്താ ആകാംക്ഷയോട് കൂടിയിട്ടാണ് ആളുടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നത്. ബേസബ്രി എന്ന് പറഞ്ഞാൽ ആകാംക്ഷയോട് കൂടി വെയിറ്റ് ചെയ്തിരുന്നു. ഈ പാരഗ്രാഫിലെ പുതിയ പദങ്ങളും അതിൻ്റെ മീനിങ്ങും നോക്കാം. ഫട്ടാഫട്ട് പെട്ടെന്ന്, നിപ്ടാനെ ചെയ്തു തീർക്കുക, ഝട്ട് പെട്ടെന്ന്, ഘുസ് കയറി, ദിൽചസ്പ് രസകരമായ, ബിൽക്കുൽ ഒട്ടും, ബേസബ്രി ആകാംക്ഷയോടെ. उन्होंने उत्सुकतापूर्वक पूछा, तुम लेट क्यों हुए? उन्हें यह बताते हुए मुझे बहुत शर्म आई कि मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था. इसलिए मैंने कह दिया कि कार तैयार नहीं थी, इसलिए मुझे वहाँ देर हो गई. मुझे इस बात का कोई अंदाज़ा नहीं था कि पिताजी पहले ही गैरेज को फ़ोन कर चुके थे और असलियत से वाकिफ़ थे. वे मेरे झूठ को जान चुके थे, पर बोले, जिस तरह से मैंने तुम्हें बड़ा किया है उसमें मुझे कोई भारी चूक हुई है. उन्होंने उत्सुकतापूर्वक पूछा. അച്ഛൻ എന്താണ്
ആകാംക്ഷയോടെ, ഉത്സുക്താപൂർവക് എന്ന് പറഞ്ഞാൽ ആകാംക്ഷയോടെ ചോദിച്ചു. തും ലേറ്റ് ക്യോं हुए? നീ എന്ത് ലേറ്റ് ആയത്? उन्हें ये बताते हुए मुझे बहुत शर्म आई. എനിക്ക് അച്ഛനോട് പറയുമ്പം ഈ ഒരു കാര്യം, എന്ത് കാര്യമാണ് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ലജ്ജ തോന്നി. എന്ത് കാര്യം പറയുമ്പോഴാണ് ലജ്ജ തോന്നിയത്? मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था. ഞാൻ ഒരു ജോൺ ബെൻ്റെ ഒരു വെസ്റ്റേൺ മൂവി കാണുകയായിരുന്നു. അത് പറയാൻ അച്ഛനോട് എനിക്കൊരു ലജ്ജ തോന്നി. ശർമ എന്ന് പറഞ്ഞാൽ ലജ്ജ. इसलिए मैंने कह दिया कि कार तैयार नहीं थी. അപ്പോൾ അത് കാരണം ഞാൻ എന്താ പറഞ്ഞു? കാറ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. തയ്യാർ എന്ന് പറഞ്ഞാൽ അത് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല, റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. इसलिए मुझे वहाँ देर हो गई. അത് കാരണം എനിക്ക് അവിടെ കുറച്ച് വൈകിപ്പോയി. അവിടുന്ന് കാറൊക്കെ കിട്ടി ഇങ്ങോട്ട് തിരിച്ചു വരാൻ കുറച്ച് വൈകിപ്പോയി എന്ന് കുട്ടി കള്ളം പറയും. मुझे इस बात का कोई अंदाज़ा नहीं था. എന്തായിരുന്നു? ഞാൻ തീരെ ഊഹിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അന്താസ് എന്ന് പറഞ്ഞാൽ ഞാൻ തീരെ ഊഹിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത്? कि पिताजी पहले ही गैरेज को फ़ोन कर चुके थे. പിതാജി, അച്ഛൻ ആദ്യമേ ഗ്യാരേജിലേക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തീരെ ഊഹിച്ചില്ല, അറിഞ്ഞില്ല. और असलियत से वाकिफ़ थे. യാഥാർത്ഥ്യം എന്തായിരുന്നു എന്ന് എൻ്റെ അച്ഛന് അറിഞ്ഞിരുന്നു. അസ്ലിയത്ത് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം, വാക്കിഫ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരുന്നു. വേ മേരെ झूठ को जान चुके थे पर बोले. എൻ്റെ കള്ളത്തരം അവർ അറിഞ്ഞിരുന്നു. എന്താ പറഞ്ഞേ? जिस तरह से मैंने तुम्हें बड़ा किया उसमें मुझसे कोई भारी चूक हुई है. ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയതിൽ എന്തോ ഒരു കനത്ത തെറ്റ് എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. എന്താ? ഭാരി എന്ന് പറഞ്ഞാൽ കനത്ത, ചൂക്ക് എന്ന് പറഞ്ഞാൽ തെറ്റ്. मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया है. अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूँगा. ये कहते हुए सूट बूट पहने पिताजी ने चलना शुरू किया. अंधेरा हो चुका था और ज़्यादातर रास्ता कच्चा था. सड़क सुनसान थी और वहाँ कोई रोशनी भी नहीं थी. मैं पिताजी को अकेला नहीं छोड़ सकता था. എന്താ പറയുന്നത് അച്ഛൻ? मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया. ഞാൻ നിനക്ക് സത്യം പറയാനുള്ളൊരു ആത്മവിശ്വാസം നൽകിയിട്ടില്ല. ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം നൽകിയിട്ടില്ല. अब मैं घर तक 18 मील की दूरी पैदल चलकर ही तय करूँगा. ഇനി ഞാൻ വീട് വരെ, എത്രയാണ്? 18 മൈൽസാണ് അവിടുന്ന് വീട്ടിലേക്കുള്ള വഴി. ആ ഒരു വഴി മുഴുവനും ഞാൻ നടന്നിട്ടാണ് വീട്ടിലേക്ക് പോകുകയുള്ളൂ. അപ്പോൾ ആൾക്കാണ് ആ ഒരു പണിഷ്മെൻറ്റ്. മകനെ സത്യം പറയാനുള്ള ആത്മവിശ്വാസം കൊടുക്കാത്തതിനുള്ള സ്വയമായിട്ട് ആൾക്ക് എടുക്കുന്നൊരു പണിഷ്മെൻറ്റാണ്. എന്താണ്? 18 മൈൽസും ഇനി ഞാൻ നടന്നിട്ടാണ് ആ ഒരു ഫുൾ സ്ഥലവും ഞാൻ കവർ ചെയ്യുക എന്ന് മകനോട് പറയും. ये कहते हुए सूट बूट पहने पिताजी ने चलना शुरू किया. ഇത് പറഞ്ഞിട്ട് എന്തായിരുന്നു? സൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു നല്ല മീറ്റിങ്ങിന് വരില്ലേ. അപ്പോൾ ആ സൂട്ട് ബൂട്ട് ഇട്ടിട്ടുള്ള എൻ്റെ അച്ഛൻ നടന്നു തുടങ്ങി. चलना शुरू किया എന്ന് പറഞ്ഞാൽ ആൾ നടന്ന് തുടങ്ങി. അന്ധേര ഹോ ചുക്കാ था और ज़्यादातर रास्ता कच्चा था. അന്ധേര എന്ന് പറഞ്ഞാൽ ആകെ ഇരുട്ടായി തുടങ്ങിയിരുന്നു. പിന്നെ എന്തായിരുന്നു? മോസ്റ്റ്ലി ज़्यादातर എന്ന് പറഞ്ഞാൽ മിക്കതും, കൂടുതലും ആ വഴി പക്കയായിരുന്നില്ല. എന്നാൽ പ്രോപ്പർ റോഡായിരുന്നില്ല. അത് ശരിക്കും റോഡൊന്നും ആവാണ്ട് ആയിട്ടുള്ളൊരു വഴിയായിരുന്നു. സഡക് സുൻസാൻ थी और वहाँ कोई रोशनी भी नहीं थी. സഡക് എന്ന് പറഞ്ഞാൽ ആ റോഡ് എന്തായിരുന്നു? വിജനമായിട്ടുള്ളൊരു വഴിയായിരുന്നു. അത് അവിടെ ഒരു ആളുകളും ഉണ്ടായിരുന്നില്ല. സുൻസാൻ എന്ന് പറഞ്ഞാൽ വിജനമായ, സഡക് എന്ന് പറഞ്ഞാൽ റോഡ്. ചാരും ഓർ കോയി റോഷ്നി നീത്തി. അവിടെ ഫുൾ എല്ലായിടത്തും എവിടെയും തീരെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. റോഷ്നി എന്ന് പറഞ്ഞാൽ തീരെ വെളിച്ചം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു അത്. മേ പിതാജിക്കോ അഖേല നെഹി ചോട് സക്താ ഥാ. എനിക്ക് എൻ്റെ അച്ഛനെ അങ്ങനെ തനിച്ച് വിട്ട് വരാൻ പറ്റുകയായിരുന്നില്ല എന്നാണ് മകൻ പറയുന്നത്. ഇതിലെ പുതിയ പദങ്ങളും അതിൻ്റെ അർത്ഥം നോക്കാം. ഉത്സുക്താപൂർവക്, ആകാംക്ഷയോടെ. ഷർം, ലജ്ജ. പശ്ചിമി, വെസ്റ്റേൺ. അന്താസ, ഊഹിക്കുക. അസ്ലിയത്ത്, യാഥാർത്ഥ്യം. വാക്കിഫ്, അറിഞ്ഞിരിക്കുക. ഭാരി, കനത്ത. ചൂക്ക്, തെറ്റ്. ആത്മവിശ്വാസ്, ആത്മവിശ്വാസം. 18, 18. पैदल, നടന്നു. തൈ,
തീരുമാനിക്കുക, അന്ധേര ഇരുണ്ടത് അല്ലെങ്കിൽ ഇരുട്ട്, ज़्यादातर കൂടുതലും, सुनसान विजनमाया। इसलिए 5.5 घंटे तक मैं उनके पीछे पीछे धीमी गति से कार चलाता रहा और मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा। उस दिन मैंने जीवन का एक अहम निर्णय लिया, मैं कभी भी झूठ नहीं बोलूँगा। എന്താണ് അതിൽ സംഭവിച്ചത്? इसलिए 5.5 घंटे तक मैं उनके पीछे पीछे धीमी गति से कार चलाता रहा. അത് കാരണം ഒരു 5.5 മണിക്കൂറോളം, 5.5 എന്ന് പറഞ്ഞാൽ 5.5, ഘണ്ടി എന്ന് പറഞ്ഞാൽ മണിക്കൂർ, അപ്പോൾ ഒരു 5.5 മണിക്കൂറോളം ഞാൻ എൻ്റെ അച്ഛൻ്റെ പിന്നാലെ ധീമി ഗത്തീസി എന്ന് പറഞ്ഞാൽ പതുക്കെ കാർ ചലാത്ത കാറ് ഓടിച്ചുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ പിന്നാലെ തന്നെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരുന്നു. और मेरे झूठ पर पिताजी को प्रायश्चित करते देखता रहा. എന്താണ്? ഞാൻ എൻ്റെ അച്ഛനെ, ഞാൻ പറഞ്ഞ കള്ളത്തരത്തിന് പ്രായശ്ചിത്തം എൻ്റെ അച്ഛൻ ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരുന്നു. ഉസ് ദിൻ मैंने जीवन का एक अहम निर्णय लिया. അന്ന് എന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട നിർണയം എടുത്തു. എന്തായിരുന്നു ആ നിർണയം? നിർണയം എന്ന് പറഞ്ഞാൽ തീരുമാനം, പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഞാൻ എടുത്തു. मैं कभी झूठ नहीं बोलूँगा. ഞാൻ ഒരിക്കലും നുണ പറയില്ല എന്നുള്ളൊരു തീരുമാനമായിരുന്നു അത്. मैं अक्सर इस घटना के बारे में सोचता हूँ. अगर पिताजी ने मुझे अन्य पालकों की तरह सज़ा दी होती तो क्या मैंने कोई सबक सीखा होता? शायद नहीं. सज़ा रहने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होती. परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ. मुझे लगता है जैसे यह घटना कल ही घटी हो. अहिंसा की यही शक्ति है. मैं अक्सर इस घटना के बारे में सोचता. ഞാൻ അക്സർ എന്ന് പറഞ്ഞാൽ ഞാൻ മോസ്റ്റ്ലി ഈ ഒരു സംഭവത്തെക്കുറിച്ച്, ഘട്ടന എന്ന് പറഞ്ഞാൽ സംഭവം, ഞാൻ ഈ സംഭവത്തെക്കുറിച്ച് മിക്കവാറും ആലോചിക്കാറുണ്ട്. അഗർ പിതാജീനെ മുझे അന്യ പാലകോं की तरह സസാ ദി ഹോത്തി. എൻ്റെ അച്ഛൻ മറ്റുള്ള മാതാപിതാക്കളെ പോലെ, അന്യ പാലക് എന്ന് പറഞ്ഞാൽ മറ്റുള്ള മാതാപിതാക്കളെ പോലെ എന്നെ സസ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റോ ശിക്ഷ തന്നിരുന്നുവെങ്കിൽ, ക്യാ मैंने कोई सबक सीखा होता. ഞാൻ എന്തെങ്കിലും പാഠം പഠിച്ചിരുന്നോ? സബക് എന്ന് പറഞ്ഞാൽ പാഠം. മറ്റുള്ള മാതാപിതാക്കളെ പോലെ അച്ഛനും എന്നെ ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ ഞാൻ അതിൽ നിന്ന് എന്തെങ്കിലും പാഠം പഠിച്ചിരുന്നോ? ഷായദ് നഹി. ചിലപ്പം ഇല്ല. ഷായദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇല്ല. സസ रहने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होती. എനിക്കൊരു പണിഷ്മെൻറ്റോ ശിക്ഷ കിട്ടിയാൽ പോലും ചിലപ്പോൾ ഞാൻ ഈ നുണ പറയുന്ന ഒരു ഹാബിറ്റ്, ചിലപ്പം ഒരു പക്ഷേ ആദത്ത് എന്ന് പറഞ്ഞാൽ ശീലം അല്ലെങ്കിൽ ഹാബിറ്റ്, ആ ഒരു ഹാബിറ്റ് ഞാൻ ചിലപ്പോൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അത് വിട്ടിരുന്നില്ല. ബദൽന എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക, മാറ്റുക, ചിലപ്പോൾ മാറ്റിയിരുന്നില്ല. परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ. പക്ഷേ ഇങ്ങനത്തെ ഒരു എൻ്റെ അച്ഛൻ ചെയ്ത ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് എന്നെ വളരെയധികം എന്നെ ആഘാതമായിട്ടാണ് അത് മാറ്റിയത്, എന്നിൽ എഫക്റ്റ് ചെയ്തത്. മുझे लगता है जैसे ये घटना कल ही घटी हो. എനിക്ക് എന്താ തോന്നുന്നത്? ഈ ഒരു സംഭവം ഇന്നലെ നടന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അഹിംസക്ക് യഹി ശക്തി ഹെ. അഹിംസയുടെ ഇതാണ് എന്തൊരു ശക്തിയാണ്. ആ അച്ഛൻ ഒരു തരത്തിലും ആ കുട്ടിയെ പണിഷ് ചെയ്തിട്ടില്ല, അടിക്കുകയോ ചീത്ത പറയുകയോ ഒന്നും ചെയ്തില്ല. വളരെ എന്തായിരുന്നു, ആളെ തന്നെ അതിൽ ശിക്ഷിക്കുകയാണ് ചെയ്തത്. എന്ത് പറഞ്ഞിട്ടാണ് ശിക്ഷിക്കുന്നത്? ഞാൻ നിന്നെ സത്യം പറയാനുള്ള ആ ഒരു ആത്മവിശ്വാസം നിന്നിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അവിടെ എൻ്റെ ഒരു പരാജയമാണ് എന്ന് പറഞ്ഞിട്ടാണ് അച്ഛനെ തന്നെ ശിക്ഷിക്കുന്നത്. അതും എങ്ങനെയാണ്? നടന്നുകൊണ്ട്. അത് ആ കുട്ടി കാണുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ആ കുട്ടി എന്താണ് പഠിക്കുന്നത്? ഒരു പക്ഷേ ആ കുട്ടി വിചാരിക്കുന്നു എന്നെ അടിക്കുകയാണെങ്കിൽ ചീത്ത പറയുകയാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് പഠിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ അച്ഛൻ്റെ പ്രവൃത്തി, അച്ഛൻ എന്നെ ശിക്ഷിച്ചത്, അതിൽ നിന്ന് ഞാൻ എന്താണ് ഒരു പ്രധാനമായിട്ട് തീരുമാനമെടുത്ത് ഇനി ഞാൻ ഒരിക്കലും കള്ളം പറയില്ല എന്ന്. അപ്പോൾ അതാണ് അഹിംസയുടെ ശക്തി എന്നാണ് ഇവിടെ പറയുന്നത്. ലാസ്റ്റ് പാരഗ്രാഫിലെ
മീനിങ്സ് ഒന്ന് നോക്കാം. ധീമി പതുക്കെ, ഗതി വേഗത, പ്രായശ്ചിത് പ്രായശ്ചിത്തം, അഹം പ്രധാനപ്പെട്ട, നിർണയ് തീരുമാനം, ഘട്ന സംഭവം, പാലക്കും മാതാപിതാക്കൾ, സബക് പാഠം, സസ ശിക്ഷ, ആദത് ശീലം, അസർ ആഘാതം. അതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ തന്നെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടികളെ, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഞാനത് റിവ്യൂ ചെയ്യും, അതിൽ റിപ്ലൈയും ചെയ്തിരിക്കും. അപ്പോൾ നന്നായി ഈ പാഠഭാഗം കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, ഒന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക, അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമല്ല, ഇതിൻ്റെ ആക്ടിവിറ്റീസും നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ തിരിച്ച് കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.